വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു ചെറിയൊരു ഫേഷ്യൽ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹോം മെയ്ഡ് ഫേഷ്യലൊന്നും അല്ല, ഹോം മെയ്ഡ് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഫേഷ്യലൊന്നും അല്ല ഇന്ന് ചെയ്യുന്നത്. ഇത് ഞാൻ പൈസ കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഫേഷ്യൽ കിറ്റാണ്. ഇന്ദ്രാനി കോസ്മെറ്റിക്കിൻ്റെ ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്തതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം, കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് ഇതും കൊണ്ട്. അപ്പം നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എടുത്തു. അപ്പം ഇതാണ് നമ്മുടെ ഫേഷ്യൽ കിറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 6 സ്റ്റെപ്സ് ആണ് മൊത്തത്തിൽ വരുന്നത്. 150 രൂപ കൊടുത്തിട്ടാട്ടോ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ 2 പ്രാവശ്യം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഈ പ്രാവശ്യം കൂടെ യൂസ് ചെയ്തിട്ട് ബാക്കി വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണേലും 150 രൂപയ്ക്ക് ഈ ഒരു ഫേഷ്യൽ കിറ്റ് ലാഭമാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാം കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പറയാലോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുടിയൊക്കെ ഞാൻ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ബോ ഇന്ന് കാണാത്ത കാരണം ഇന്ന് ബോ വെക്കുന്നില്ല. ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഫേസ് കുറച്ചൊന്ന് നനച്ചു കൊടുത്തിട്ട് വരട്ടെ. അപ്പം ഞാൻ എൻ്റെ ഫേസ് എല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേഷ്യൽ കിറ്റിൻ്റെ അകത്ത് തന്നെ ഒരു കാർഡുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് മുഴുവൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യാം. ഇവിടെ ഞാൻ ക്ലെൻസിങ് മിൽക്ക്, ലെമൺ ക്ലെൻസിങ് മിൽക്കാണ് ഇതിൻ്റെ അകത്ത് തന്നിട്ടുള്ളത്. ഇത് ഓറഞ്ചിൻ്റെ ഫേഷ്യൽ കിറ്റാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ളൊരു ഫേഷ്യൽ കിറ്റാണ്. എന്നാലും എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇവരെ ഈ ഒരു ക്ലെൻസിങ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ലെമൺ ക്ലെൻസിങ് മിൽക്കാണ്. ഇത് കുറച്ച് കയ്യിലോട്ട് എടുക്കട്ടെ. ഓക്കെ, ഇത്ര എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. എന്നാലും ഇതിൻ്റെ അകത്ത് ബാക്കി പ്രൊഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഫേഷ്യലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുമായിരിക്കുമെന്ന്. ലാഭമാണ് എന്താണേലും. ഞാൻ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊരു 2 മിനിറ്റ്, 2-3 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അപ്പം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ സർക്കുലാർ മോഷനിൽ വേണം നിങ്ങൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിൽ കൂടുതൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ദാ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ്നെസ് എൻ്റെ ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് നമ്മൾ ഫേസ് ഡ്രൈ ആക്കിയിട്ടല്ലല്ലോ കൊണ്ടുവരേണ്ടത്. ഇവിടെ ഒരു കാക്ക വന്നിട്ടുണ്ട് ശല്യത്തിന്. അപ്പം ഫേസ് കുറച്ച് വെറ്റായിരിക്കണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ നേരം. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്തപ്പോൾ ഫേസിലെ വെള്ളമൊന്നും ഞാൻ തുടച്ചു കളഞ്ഞിട്ടില്ല. അപ്പം നെക്സ്റ്റ് സ്ക്രബ് എന്ന് പറയുന്നത് ഇത് ഇന്ദ്രാനി കോസ്മെറ്റിക്കിൻ്റെ ആപ്രിക്കോട്ട് സ്ക്രബാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ക്രബ് എടുക്കാം. ഇതാ ഇത്രയും സ്ക്രബാണ് എടുത്തിട്ടുള്ളത്. സ്ക്രബ് ഒരു 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ക്രബ് ഞാൻ നെക്കിലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫേസ് വാഷ് ഇട്ടപ്പോൾ എങ്ങനെ മസാജ് ചെയ്തോ അതുപോലെ, ഫേസ് വാഷ് പോട്ടെ, ക്ലെൻസർ ഇട്ടപ്പോൾ എങ്ങനെ മസാജ് ചെയ്തോ അതുപോലെ തന്നെ വേണം നമ്മൾ ഈ ഒരു സ്ക്രബ് ഇടുമ്പോഴും ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രബിൻ്റെ ഉദ്ദേശം തന്നെ മസാജ് ചെയ്യാനാണല്ലോ. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ, ഡെഡായിട്ടുള്ള സ്കിന്നുകളൊക്കെ പൊക്കോളും. ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. 5 മിനിറ്റ്സ് ഞാൻ നന്നായിട്ട് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ്ങും കഴിഞ്ഞ് ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാജിങ് ജെല്ലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഫേസ് നന്നായിട്ട് തുടച്ചിട്ട് വന്നത്. അപ്പം സ്ക്രബിങ് കഴിഞ്ഞപ്പോഴും നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയതുപോലെയും അതുപോലെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർഡിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള മസാജിങ് ക്രീമും അതേപോലെ തന്നെ മസാജിങ് ജെല്ലും
ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അതുപോലെ ചെയ്യാം. മസാജിങ് ജെല്ലും അത്യാവശ്യം ക്രീമും അത്യാവശ്യം എമൗണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ ഒരു ഫേഷ്യലോ 1-2 ഫേഷ്യലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ 2 വിരലും കൊണ്ട് എടുത്തിട്ടുള്ളതാണ് ഇത്. ബാക്കിയുണ്ട് എനിക്ക് ഇനി 1-2 ഫേഷ്യലും കൂടെ ചെയ്യാനുള്ള ഐറ്റം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അടുത്തത് നമുക്ക് മസാജിങ് ഇതാണ് ഓറഞ്ച് കളറാണ്. ഓറഞ്ചിൻ്റെ ഫേഷ്യൽ കിറ്റ് ആയതുകൊണ്ട് ഓറഞ്ച് കളറാണ്. അപ്പം മസാജിങ് ജെല്ലും എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഒന്നിച്ച് മിക്സ് ചെയ്യാം. അപ്പം 2 ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസിലൊന്ന് മസാജ് ചെയ്യാൻ പോവാണിത്. എടുത്ത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഇത്രയത്തിൻ്റെ ആവശ്യം വരത്തില്ലായിരിക്കും. നെക്കിലും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല മണം, നല്ല ഓറഞ്ചിന്റെ മണമുണ്ട് കേട്ടോ. 15 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് നമ്മുടെ ഫേസ് ക്രീമും ഫേസ് ജെല്ലും കൂടെ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. അത് സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആയി പോയി കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഫേസ് പാക്ക് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു മസാജിങ് ക്രീമും അതുപോലെ തന്നെ ജെല്ലും കൂടെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. സോ നമ്മൾ നേരെ തന്നെ അടുത്ത ഫേസ് പാക്ക് ഇടാൻ പോവുക. ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് വരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് റോസ് വാട്ടറോ വെള്ളമോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഫേസ് പാക്കിൻ്റെ പരുവമാക്കുക. ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എടുത്തിട്ട് ഇതുപോലെ ഫേസ് പാക്കിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഫേസിൽ മാത്രം ഇടരുത്, നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം പണി നടക്കുവാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഗോഡൗണും വർക്ക്ഷോപ്പൊക്കെയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി. ഫേസിൽ നല്ല ഗ്ലോയും ഉണ്ടായിരുന്നു, നല്ലൊരു ബ്രൈറ്റ്നസ്സും എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 6ാമത്തെ സ്റ്റെപ്പായ ആസ്ട്രിജൻറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആസ്ട്രിജൻറ്റ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഒരു നീല കളർ വെള്ളം പോലെ അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം 150 രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ്. 150 രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഫേഷ്യൽ ചെയ്യാൻ പറ്റും ഈ ഒരു കിറ്റും കൊണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ട്രൈ ചെയ്തോളൂ. ബൈ ബൈ.